ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അനുവും നെവിനും തമ്മിലുള്ള ഒരു വെള്ളമൊഴിച്ചതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ 100% തെറ്റുകാരൻ നെവിൻ തന്നെയാണ്. അനുവിൻ്റെ ബിഗ് ബോസ് ഹൗസിലെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ് ആദിലയും നൂറയും. എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നം കൺമുമ്പിൽ കണ്ടിട്ട് ആദിലൊന്ന് തിരിഞ്ഞു നോക്കുക കൂടെ ചെയ്തിട്ടില്ല. പുള്ളിക്കാരി കിച്ചണിൽ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു, ഒന്ന് അന്വേഷിക്കാൻ പോലും പോയിട്ടില്ല. പിന്നെയും ഷാനവാസും അനീഷും അനുവിന് വേണ്ടി ഒരുപാട് സംസാരിച്ചു. പിന്നെ അനുവും ഈ പറഞ്ഞ പോലെ ഒന്നും പറയാത്തതുകൊണ്ടാണ് ഷാനവാസ് പതുക്കെ അവിടെ പോയത്. അനീഷിന്റെ വായ എല്ലാവരും കൂടി അടപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട ആളാണ് സാബുമാൻ. നൂറയും ഒരുവിധം എല്ലാം കണ്ടിട്ടുണ്ട്. ആദിലയായിരുന്നു കിച്ചണിൽ നിന്ന് അനങ്ങാതെ അവിടെ തന്നെ നിന്ന ആൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ. ആ ഒരു സമയത്ത് നൂറ അനുവിനൊപ്പം നെവിൻ കുറ്റക്കാരനായിട്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത്. പിന്നീട് കാണിക്കുന്നത് സാബുമാനും ആദിലും നൂറയും സംസാരിക്കുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെ തിരിഞ്ഞു. ആദില പറയുന്നതെന്ന് വെച്ചാൽ അവളടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അവൾ അംഗീകരിക്കില്ല, പിന്നെ ഗ്രഡ്ജൊക്കെ വെച്ച് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അനുവിനെന്നൊക്കെ പറഞ്ഞ് ആദിലയുടെ സംസാരത്തിൽ തോന്നിയത് നെവിൻ അല്ല തെറ്റുകാരൻ, പകരം അനുവാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതും, അനുവാണ് ഇവിടെ തെറ്റുകാരി എന്നുമാണ്. അനീഷിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ടാണോ ഗെയിം കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അനു ഈ സ്നേഹ വലയത്തിലും ഈ ഫ്രണ്ട്ഷിപ്പ് വലയത്തിലും ഒന്നും ചെന്ന് വീഴാതെ തൻ്റെ കാര്യം നോക്കി ഗെയിം കളിച്ച് മുന്നോട്ടേക്ക് നല്ലതുപോലെ പോകുന്നതായിരിക്കും അനുവിന് തന്നെ നല്ലത്.